ഹലോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എൻ്റെ റൂമൊന്ന് സെറ്റാക്കാൻ വേണ്ടി റൂമിലേക്ക് കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടവണ്ണപ്പാറ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി വരുന്ന വഴിക്ക് ഇവിടെ പാറമ്മൽ നല്ലൊരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം. അവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സെറ്റായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ഏട്ടനെയും കൂട്ടിയിട്ട് ഒന്നുകൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു ഷോപ്പിൽ അവരെ കുറച്ച് സോഫ അങ്ങനത്തെ കുറച്ച് പിന്നെ എന്താ പറയുക ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ഷോപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് അവിടെ സോഫ ഉണ്ടാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മോഡൽ അവർ കുറച്ച് മോഡലുണ്ട് അവിടെ, അപ്പോൾ അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കയറി നോക്കിയതാണ്. റൂമിലേക്കുള്ള ഫർണിച്ചറൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ തന്നെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുണ്ടാക്കിയിട്ട് ഒരു 20 days പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരത് വീട്ടിലേക്ക് നമുക്ക് ഡെലിവറി ചെയ്യും. അവർ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗോഡൗൺ പോലുള്ളൊരു സ്ഥലമായിട്ട് ഇപ്പോൾ കണ്ടേ. അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പെരുമണ്ണ വന്നിട്ട് ഒരു ഫലൂദയും ഐസ്ക്രീമൊക്കെ കഴിച്ചു. പെരുമണ്ണയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ ഉള്ള ശീലമാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നുള്ളത്. ഇപ്പം പിന്നെ ഇവ കൂടി ആയാലേ അത് മസ്റ്റാണ്. ഇവന് പെരുമണ്ണ എത്തിയാൽ എന്തായാലും ഐസ്ക്രീം, ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അതൊക്കെ കഴിച്ചിനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. ഞങ്ങളുടെ ഇന്നത്തെ പെരുമണ്ണ വന്ന പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതാ ഞാനും ചേച്ചിയും കൂടി ഇവിടെ മുന്നിൽ തന്നെ ഒരു ദാർപ്പായ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇരുട്ടായിട്ടൊക്കെ ഫീൽ ചെയ്ത്. അപ്പം ഞങ്ങൾ അതൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയാന്ന് വെച്ചിട്ട് ആ ദൗത്യത്തിലാണ് ഞാനും ചേച്ചിയും. ഇവിടെ വീട്ടിലെല്ലാവരും കുറച്ച് കാലം ബാംഗ്ലൂർ ആയതുകൊണ്ട് വീടിൻ്റെ മുന്നിലൊക്കെ അത്യാവശ്യം കൊളാന്തരമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വൃത്തിയാക്കി വെക്കാമെന്നുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ആദ്യത്തെ ദൗത്യം ഈ ദാർപ്പായ എങ്ങനെയെങ്കിലും കഴിച്ചു മാറ്റലാണ്. ഇത് കെട്ടിയത് അച്ഛനും കുട്ടാപ്പേട്ടനൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇവിടെ എവിടേക്കൊക്കെയോ അവർ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ അഴിച്ചുണ്ടാക്കാൻ കുറച്ചധികം പാടായതുകൊണ്ട് ഞങ്ങൾ എളുപ്പപ്പണിക്ക് ഈ കൂടുകളെടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞേരതാ ഞങ്ങൾ എൻ്റെ റൂമിലേക്ക് വന്നു. ഇതാണ് എൻ്റെ റൂമിലെ ആദ്യത്തെ കോലം. ഇനി റൂം സെറ്റാക്കിയിട്ട് സെറ്റാക്കാമെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു ബെഡൊക്കെ വാങ്ങിക്കണം, പിന്നെ ഒരു കുഞ്ഞു വാർഡ്രോബ് സെറ്റാക്കണം, അത്ര തന്നെ. അതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഈ 2 കട്ടിൽ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഈ 2 കട്ടിൽ അഴിച്ചു മാറ്റുന്ന പരിപാടിയിലാണ് ഞങ്ങളിപ്പം. ഇത് അഴിച്ചു മാറ്റിയിട്ട് ഈ ബെഡ് കൊണ്ടുപോയിടാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല. അപ്പോൾ ഇതിന് തൽക്കാലത്തേക്ക് ഇതിവിടെ അഴിച്ചിട്ട് ഇവിടെ ഊരി വെക്കണം. എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കണം. ഈ കട്ടിലൊക്കെ അഴിച്ചു മാറ്റൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ കുട്ടാപ്പേട്ടനാണിത് കഴിച്ച് മാറ്റുന്നത്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവു ഇടയ്ക്ക് വരും, എന്തൊക്കെയോ കളിക്കും, പോവും, അങ്ങനെ കുറച്ച് കച്ചറ പരിപാടികളൊക്കെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഒരു ബെഡ് ഞങ്ങൾ മാറ്റിയിട്ടോ, അഴിച്ചു മാറ്റി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്ത് ഈ കട്ടിലിൻ്റെ അകത്ത് പായ വിരിച്ച് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിലാണ് വന്നപ്പോൾ കിടന്നത്. എനിക്ക് കിടക്കാൻ വേറെ സ്ഥലമില്ലായിരുന്നു. ബാക്കിയുള്ള എല്ലാ റൂമും ഇവിടെ ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ റൂമൊക്കെ സെറ്റാക്കിയിട്ട് വേണം എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും കൂടി മാമൻ്റെ അവിടേക്ക് പോവാണ്. ചേച്ചിയും ഇവും നേരത്തെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാമൻ്റെ അവിടെ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ പയ്യടിമേത്തലെ വല്യമ്മയും ബിനീഷുട്ടിയേട്ടനുണ്ടായിരുന്നു. വല്യമ്മനാക്കാൻ വേണ്ടി ബിനീഷുട്ടിയേട്ടൻ വന്നായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം ഇങ്ങനെ വെറുതെ സംസാരിച്ചിരുന്നു. സാരും ഉണ്ടായിരുന്നു. സാരും മോട്ടനും അവർക്ക് ഇന്നെന്തോ മാച്ച് അങ്ങനെ ഉണ്ട് ഫുട്ബോളിൻ്റെ, അപ്പോൾ അതിന് പോയി. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും.